ഞാൻ ബേസിക്കലി ഒരു ടീച്ചർ തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്കറിയാം, ഒരു പഠന പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ആ കുട്ടികളെക്കാൾ അധികം വിഷമം അനുഭവിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് മുന്നിലിരിക്കുന്ന പലരെക്കാളിലും ഒരുപാട് സന്തോഷത്തോടെയാണ് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് എൻ്റെ ഒരു കഥ തന്നെയാണ്. കഥ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവർക്ക് കഥയായി തോന്നും, പക്ഷെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ തന്നെ ഒരു ഫീലിങ്സ് തന്നെയാണ് അല്ലേ. പക്ഷേ ഇന്നലെ എൻ്റെ മോളുടെ റിസൾട്ട് വന്നു, 10ാം ക്ലാസ് റിസൾട്ട്. 6ാം ക്ലാസ് വരെ എൻ്റെ മോക്ക് ഒരു അക്ഷരം എഴുതി പഠിപ്പിച്ചാൽ പോലും അവൾ പഠിക്കില്ലായിരുന്നു. ഒരുപാട് ഞാൻ അവളെ അടിച്ചിട്ടുണ്ട്, ഒരുപാട്. ഇന്നലെ എൻ്റെ മോള് പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ അമ്മ എന്നെ എത്ര അടിച്ചിരിക്കണു മാർക്ക് കിട്ടിയപ്പോൾ. കാരണം എത്ര പഠിപ്പിച്ചാലും അവള് പഠിക്കില്ല, അവൾക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയില്ല. അങ്ങനെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൊറോണ കാലത്താണ് ഞാൻ അവളെ ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാനത് തിരിച്ചറിയുന്നു, ചിലപ്പോൾ എൻ്റെ മോക്ക് പഠനപ്രയാസം ഉണ്ടായിരുന്നോ. ഇന്ന് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ മോക്ക് കൊടുത്ത ഒരൊറ്റ നിർദ്ദേശം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. എക്സാം എഴുതുമ്പോഴും അവള് ചോദിച്ചിരുന്നു, എനിക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവില്ലേ എന്ന്. പക്ഷെ ഇന്ന് ഞാൻ മറ്റാരോടും അല്ല ഇതിൽ കടപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ മുനീറ മാമിനോട് തന്നെയാണ്. കാരണം എൻ്റെ മോള് എക്സാം, ആ 10 എക്സാം കംപ്ലീറ്റ് ചെയ്ത് അവൾ ആ ഒരു 10 എക്സാം ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ അന്ന് വിചാരിച്ചുള്ളൂ. അതല്ല, ഈ ലാൻഫിഡൻസിൽ വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോള് എല്ലാവരുടെയും കൂടെ A+ വാങ്ങണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു അമ്മയായി മാറുകയായിരുന്നു. അതിന് ഒരുപാട് മോട്ടിവേഷനാണ് മുനീറ മാമിൽ നിന്നും സത്താർ സാറിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ ഇതുപോലെ ഒരു വേദിയിൽ ഒരു കോൺവൊക്കേഷന് വേണ്ടി വന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ടാണ് ഞങ്ങൾ എത്തിയതെങ്കിലും അതിൽ ഒരു ഹീലിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. അന്നേ ദിവസം വരെ വളരെ ഇമോഷണലായി എല്ലാ കാര്യങ്ങളും വളരെ സെൻസിറ്റീവായി കണ്ടിരുന്ന ഞാൻ ഇന്ന് ഒരു കാര്യം പറ്റില്ല എന്ന് പറയാൻ പഠിച്ചു. ആ ഒരു ഷബ്ന മാമിന്റെ ഹീലിംഗ് സെക്ഷനോട് കൂടി അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 13ാം തീയതിയോടുകൂടി എനിക്കൊരു മാറ്റം സംഭവിക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ആ കോൺവൊക്കേഷനിൽ നിന്ന് ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് പോയത്. അത് സംഭവിക്കുക തന്നെ ചെയ്തു. കാരണം വെറും ഒരു 5000-4000 രൂപയ്ക്ക് ഒരു പ്രൈവറ്റ് സ്കൂളിൽ നഴ്സറി സ്കൂളുമായിട്ട് ഇരുന്നിരുന്ന അത്രേനേ വരുമാനം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കുട്ടികളെയൊക്കെ ഒരു ട്യൂഷൻ എടുക്കും. പിന്നെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമുക്ക് നടത്താൻ, മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ല. ഈ ഒരു വാക്ക് തന്നെയാണ് നമ്മളെ അമ്മമാരുടെ ഒക്കെ കയ്യിൽ നിന്ന് വരുന്നത് അല്ലേ. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും. കുറേ അച്ഛന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതില് മക്കളുടെ ആവശ്യങ്ങൾ പറഞ്ഞാല് എനിക്ക് കഴിയില്ല, അത് കഴിയോ നോക്കട്ടെ, എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുന്നതിന് പുറമെ ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ 23 ഓൺലൈൻ കുട്ടികളും അതുപോലെ 13 ഓഫ്ലൈൻ കുട്ടികൾക്കും റെമഡിയേഷൻ എടുത്തുകൊണ്ട് 46,000 രൂപ ഓൺലൈനിൽ നിന്നും ബാക്കി ചില്ലറ നമുക്ക് അങ്ങനെ പറയാം, ഒരു 10,000-15,000 രൂപയോളം മാസ വരുമാനം വാങ്ങുന്ന ഒരു സാധാ വീട്ടമ്മ എന്ന് തന്നെ പറയാമെന്ന് വേണമെങ്കിൽ. ഇന്നലെ എൻ്റെ മോള് ഫുൾ A+ വാങ്ങി 3:30 മണിക്ക് റിസൾട്ട് വന്ന സമയത്ത് 3:45 ഞാൻ അവൾക്കൊരു ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കടയിൽ പോയി. അപ്പോൾ എൻ്റെ മോള് ചോദിച്ചു, അമ്മേനെ കൊണ്ട് ഇത് കഴിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്ത മറുപടി, അമ്മ 2 മാസം പണിയെടുക്കുന്ന പൈസ ഇത് വരുന്നുള്ളൂ. എൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. കാരണം 10 ലക്ഷം രൂപ അക്കൗണ്ടിലിട്ട് നമ്മൾ കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ മക്കളുടെ വിജയം. ഇന്ന് എൻ്റെ മക്കള് നേടിയ ആ വിജയം, അത് ഞാൻ കൊടുത്ത ഒരു കോൺഫിഡൻസ്, ആ ഒരു മോട്ടിവേഷൻ, അതെനിക്ക് കോൺഫിഡൻസിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അതല്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും വർഷം എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയാതിരുന്ന ഒരു വാക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് മുനീറ മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും മറ്റാർക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും എന്നെ മുനീറ മാം ഒരുപാട് സഹായിച്ചു, ഒരുപാട് മോട്ടിവേഷൻ തന്നു. ഇന്നൊരാൾ എന്നോടൊരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് നീ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ, ഇല്ല എൻ്റെ വർക്ക് ഇതാണ്, ഞാൻ ഇതേ ചെയ്യൂ എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം
എനിക്ക് വന്നു. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു ധൈര്യം കൂടി വന്നത്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എനിക്ക് ഇന്നിപ്പോ ഫീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അതില് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത്ര ഫീസ് വേണോ, 500 രൂപയ്ക്ക് എടുത്ത് തന്നൂടേന്ന്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, അത് മതി, എനിക്ക് ഈ മാസം ഒരു 500 രൂപയെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ ക്ലാസ് എടുക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലി ഇതാണ്. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. നിങ്ങളെ കുട്ടികളെ മെച്ചപ്പെടുത്തിയെടുത്ത് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്ന് ഉറച്ച് വിശ്വസിച്ച് പറയാൻ എന്നെ കൊണ്ട് സാധിക്കും.